Welcome to yet another video of Evergreen EduSport. IMO, POV, BTW, LOL. ആദ്യമായി ഇത്തരം വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുമ്പോൾ ഒരമ്പരപ്പോടെ ഒന്നും മനസ്സിലാകാതെ നിന്നിട്ടുള്ളവരാകാം നമ്മളിൽ പലരും. ടെക്സ്റ്റ് ചെയ്യാനും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് വേണ്ടിയും സാധാരണ ഇംഗ്ലീഷ് യൂസേജുകളിലെ വാക്കുകൾ ചുരുക്കിയുണ്ടാക്കിയിട്ടുള്ള ഇവയെ ടെക്സ്റ്റീസ് എന്നറിയപ്പെടുന്നു. ടൈപ്പ് ചെയ്യാൻ വളരെ സൗകര്യം. സോഷ്യൽ മീഡിയയിലെ ഉപയോഗത്തിലേക്ക് വരുമ്പോൾ ക്യാരക്ടേഴ്സ് വളരെ കുറച്ചു മതി. എന്നാൽ വായിക്കുന്ന ആളുകളിലേക്ക് ഉദ്ദേശിക്കുന്ന അർത്ഥം എത്തിച്ചേരുകയും ചെയ്യുന്നു. IMO, in my opinion. POV, point of view. BTW, by the way. LOL, laugh out loud. IDK, I don't know. OMW, on my way. FYI, for your information. ASAP, as soon as possible. MSG, മെസ്സേജ്. ഇംഗ്ലീഷിലെ ചുരുക്കെഴുത്തുകളുടെ ഏറ്റവും പുതിയ രൂപമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. കോമൺ ആയിട്ട് ഇവയെ അബ്രീവിയേഷൻസ് എന്ന് വിളിക്കാം. അബ്രീവിയേഷൻസിൽ വരുന്ന മറ്റു ചില കാറ്റഗറീസ് കൂടി പരിചയപ്പെടാം. ഇനീഷ്യലിസം, കമ്പനീസ്, ഓർഗനൈസേഷൻസ് എന്നിവയുടെയൊക്കെ വളരെ ലെങ്തിയായ പേരുകൾ ചുരുക്കി എഴുതുന്നതിനായി അവയെ ഓരോ വാക്കുകളുടെയും ഫസ്റ്റ് ലെറ്റർ യൂസ് ചെയ്യുന്നതായി കണ്ടിട്ടില്ലേ? ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന അബ്രീവിയേഷൻസ് ആണ് ഇനീഷ്യലിസം. ഉദാഹരണത്തിന് BBC, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ATM, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ആക്രണിംസ്. ഇനീഷ്യലിസം എന്താണെന്ന് നമ്മൾ പഠിച്ചല്ലോ. ഇനീഷ്യലിസത്തിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന അബ്രീവിയേഷൻസിനെ ഒരു വേർഡായി തന്നെ പ്രൊനൗൺസ് ചെയ്യുന്നതിനെയാണ് ആക്രണിംസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് PIN, പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. ഇതിനെ PIN എന്ന് പറയുന്നതിനു പകരം PIN എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. മറ്റുദാഹരണങ്ങൾ നോക്കാം. NASA, നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. UNESCO, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻസ്. ഇതുപോലെ തന്നെ റഡാർ, യുനിസെഫ്, റാം, ലേസർ, LAN, FIFA, etc. ക്ലിപ്പിംഗ്. ചില വേർഡ്സുകളെ കട്ട് ചെയ്ത് അതേ മീനിങ് വരുന്ന ഷോർട്ടായ പുതിയ വേർഡ്സുകൾ ഫോം ചെയ്യുന്നതിനെ ക്ലിപ്പിംഗ് എന്ന് വിളിക്കാം. ഉദാഹരണത്തിന് ലാബ് എന്നത് ലാബോറട്ടറി എന്ന വേർഡിൽ നിന്ന് വന്നിരിക്കുന്നു. ഇതുപോലെ തന്നെ മൈക്ക്, മൈക്രോഫോൺ, സൂ, സുവോളജിക്കൽ ഗാർഡൻ, ഫോൺ, ടെലിഫോൺ, മാത്സ്, മാത്തമാറ്റിക്സ്, എക്സാം, എക്സാമിനേഷൻ, പാൻസ്, പാൻറ്റലൂൺസ്. കൺട്രാക്ഷൻസ്. ഇൻഡിവിജ്വൽ ലെറ്റേഴ്സ് ഒമിറ്റ് ചെയ്ത് വേർഡ്സിനെ ഷോർട്ടൻ ചെയ്യുന്ന രീതിയാണ് കൺട്രാക്ഷൻസ്. ഇത്തരത്തിലുള്ള കൺട്രാക്ഷൻ ഒരു വേർഡിലോ രണ്ട് വേർഡുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കാനോ ഉപയോഗിക്കാറുണ്ട്. അപ്പോസ്ട്രോഫി ഉപയോഗിച്ചുള്ള കൺട്രാക്ഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. ഉദാഹരണത്തിന് UR എന്നതിനെ A എന്ന ലെറ്റർ ഒമിറ്റ് ചെയ്തുകൊണ്ട് U'RE എന്നെഴുതാം. മറ്റുദാഹരണങ്ങൾ നോക്കാം. cannot, let us, I am, must not, she will, they have, she had. ഷീ അപ്പോസ്ട്രോഫി D എന്നതിനെ ഷീ ഹാഡ് എന്നും ഷീ വുഡ് എന്നും വായിക്കാം. ഇത്തരം കൺട്രാക്ഷൻസ് വരുമ്പോൾ അത് യൂസ് ചെയ്തിരിക്കുന്ന കോണ്ടെക്സ്റ്റിലെ ടെൻസ് ഫോമുകൾക്കനുസരിച്ച് വായിക്കേണ്ടതാണ്. മറ്റൊരു ടൈപ്പ് കൺട്രാക്ഷൻ ആണ് പീരിയഡ് അഥവാ ഫുൾ സ്റ്റോപ്പ് ഉപയോഗിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് ഡോക്ടർ, മിസ്റ്റർ. ഇംഗ്ലീഷിൽ കോമണായി ഉപയോഗിക്കുന്ന അബ്രിവിയേറ്റഡ് ഫോംസുകളുടെ ക്ലാസിഫിക്കേഷൻസ് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വീഡിയോ ചെയ്തത്. ഇംഗ്ലീഷ് എന്നത് ഒരു ഫാസ്റ്റ് ഇവോൾവിംഗ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ ചില അബ്രിവിയേറ്റഡ് ഫോംസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്ലാസിഫിക്കേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതായി കാണാം. എന്നാൽ മറ്റു ചിലത് ഒന്നിലധികം ക്ലാസിഫിക്കേഷൻസിൽ ഉൾപ്പെടുത്താനും കഴിയും. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത അത്തരം വാക്കുകളെ പറ്റി നിങ്ങൾക്ക് കൃത്യമായി നോളജ് ഉണ്ടെങ്കിൽ കോമെന്റ് ബോക്സിൽ എല്ലാവരുമായി ഷെയർ ചെയ്യൂ. താങ്ക് യു.